ഇത് നമ്മൾ വാങ്ങിയ ഓസ്കാറുകളിൽ ഏറ്റവും ചെറിയ സൈസ് ഓസ്കാറാണ്. ഏകദേശം 1.5 ഇഞ്ച് മാത്രമാണ് ഇതിന് സൈസ് വരുന്നത്. ഓൾറെഡി നമ്മൾ 2 ടൈഗറും 2 ആൽബിനോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ മുമ്പ് വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആൽബിനോകളെ വാങ്ങിയ ആ സെയിം ടൈമിൽ തന്നെയാണ് നമ്മൾ ഇവരെയും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വാങ്ങിക്കൊണ്ട് വന്ന ഈ ഒരു സമയം വരെ നമ്മൾ അവരെ ക്വാറന്റൈൻ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടീഷൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ സൈസ് ആയതുകൊണ്ട് നമ്മൾ ഇവർക്ക് ബീറ്റ ഫിഷിന് കൊടുക്കുന്ന ആ ചെറിയ സൈസ് പെല്ലറ്റാണ് ഫീഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ ഇവർ കഴിക്കുന്നുണ്ട്. നമ്മൾ അധികം ക്വാണ്ടിറ്റി ഒന്നും ഇവരെ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതടക്കം 4 ടൈഗർ ഉണ്ട്. പിന്നെ 2 ആൽബിനോ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. 2 എണ്ണത്തിനും കൂടി അഡീഷണൽ ആയിട്ട് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 4 8 പീസ് വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവരെ ഔട്ട്ഡോർ ടാങ്കിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 6 എണ്ണത്തിനെ വാങ്ങിയിട്ട് ഔട്ട്ഡോർ ടാങ്കിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഔട്ട്ഡോർ ടാങ്കിൽ ഇപ്പോൾ കിടക്കുന്നത് ജയന്റ് ഗൗരാമികളാണ്. തരത്തിലുള്ള വലിയ ടാങ്കുകളിലൊക്കെ നമ്മൾ ഇവരെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇവരെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ടബിലേക്കാണ്. ഇവർ ചെറിയ സൈസ് ആയതുകൊണ്ട് താൽക്കാലികമായിട്ട് നമ്മളൊരു ടബിലാണ് ഇടാനായിട്ട് പോകുന്നത്. തീരെ ചെറിയ സൈസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതിൽ കിടന്ന് കുറച്ച് സൈസായി കഴിയുമ്പോൾ നമുക്ക് വേറെ ടാങ്കിലേക്ക് മാറ്റാം. കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് കുറച്ച് വലിയ സൈസിനെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ചെറിയ സൈസിനെ പല ആൾക്കാരും വാങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയതിനെ വാങ്ങുമ്പോൾ റിസ്ക് കൂടുതലാണ്. നമ്മൾ നല്ല ശ്രദ്ധിച്ച് തന്നെ വളർത്തണം. കാരണം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പിടിപെടാനായിട്ട് വളരെ എളുപ്പമാണ്. ടെമ്പറേച്ചറിൻ്റെ ഒക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. ഓസ്കാറുകൾ പൊതുവെ വലിയ സൈസ് ആണെങ്കിലും ചെറിയ സൈസ് ആണെങ്കിലും വെള്ളത്തിൻ്റെ ക്വാളിറ്റിയിലൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരുന്ന മീനുകളാണ്. ഫംഗസ്, വൈറ്റ് സ്പോട്ട്, ഹോൾ ഇൻ ദ ഹെഡ് ഡിസീസൊക്കെ കോമൺ ആയിട്ട് ഓസ്കാറുകൾക്ക് വരുന്ന അസുഖങ്ങളാണ്. അങ്ങനെ നമ്മൾ ഇത്ര നാൾ ഇൻഡോർ വെച്ച് ഇവരെ ടബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ടബ് കുറച്ച് നാളായിട്ട് നമ്മൾ ഇൻഡോർ വെച്ചേക്കായിരുന്നു. കാരണം ഇതിനൊരു ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിലിക്കോണൊക്കെ ഉപയോഗിച്ച് അത് ഒട്ടിച്ച് റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ടബിലേക്ക് നമുക്കൊരു 25% ആൽഗെ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി 75% നമുക്ക് ഫ്രഷ് വാട്ടർ മിക്സ് ചെയ്ത് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഇരുന്നിരുന്ന മറ്റ് ടബുകളിൽ നിന്ന് നമ്മൾ കുറച്ച് ആൽഗെ വാട്ടർ കളക്ട് ചെയ്ത് ഈ ടബിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടബ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള സൺഷെയ്ഡിൻ്റെ നേരെ മുകളിലാണ്. ഈ സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കും, മുകളിൽ നിന്ന് ഡയറക്റ്റ് അടിക്കില്ല, കാരണം ട്രസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നല്ല വെയിലും ചൂടൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഷെയ്ഡിന് കീഴിൽ വെക്കുന്നതാണ് നല്ലത്. അതേസമയം കുറച്ച് ലൈറ്റ് അടിക്കുന്ന രീതിയിൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നാലാണ് ആൽഗെ അത്യാവശ്യം ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫ്രഷ് വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വെള്ളം അത്യാവശ്യം നല്ല ഗ്രീൻ കളറിലേക്ക് വന്നോളും. അപ്പോൾ ആ വെള്ളത്തിൽ മീനുകൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ലൈറ്റൊക്കെ അടിച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. അത്യാവശ്യം ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീനുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇത് നമ്മളിപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം എടുത്തതാണ്. താഴെ നിൽക്കുന്നുണ്ട് 2 പേര്. നമ്മൾ ആൽഗെ വാട്ടറും ഫ്രഷ് വാട്ടറും കൂടി മിക്സ് ചെയ്തത് കൊണ്ട് കണ്ടില്ലേ, ചെറിയ ഷെയ്ഡ് ഇതിനകത്തുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് ഗ്രീൻ കളറിലേക്ക് മാറിക്കോളും. മീനുകൾ കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വീക്കിലി നമ്മളൊരു 25% വെള്ളം മാറ്റി കൊടുത്ത് അടിഭാഗം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വേറെ ഫിൽട്രേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ചെറിയ സൈസ് ആയതുകൊണ്ട് എയറേഷൻ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല.